എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറീൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടൻ്റെ കൂടെയും അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് നല്ലൊരു മുട്ടക്കറി റെഡിയാക്കുന്നതെന്ന് നോക്കാം. മുട്ടക്കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ച് വെക്കാം. 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സവാള വഴന്ന് നല്ല സോഫ്റ്റായി കിട്ടിക്കോളും. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് മിക്സാക്കി കൊടുക്കണം. ഒരു 2 പ്രാവശ്യം തുറന്നിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോഴത്തേക്കിതാ ഇതുപോലെ സവാള നന്നായിട്ട് വഴന്ന് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും. ഞാനൊരു 2 പ്രാവശ്യമാണ് തുറന്നിട്ട് മിക്സാക്കി കൊടുത്തിന്. സവാളയെല്ലാം അത്യാവശ്യം നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ആ ഒരു ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് ഒരു 2-3 മിനിറ്റോളം ചെറിയ തീയിൽ അടച്ച് വെക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തക്കാളി ചേർത്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. തക്കാളിയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഉടയാത്ത കിടക്കുന്ന തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ചേർക്കുന്ന സമയത്ത് ചൂടുവെള്ളം ചേർക്കാൻ നോക്കുക കേട്ടോ. പച്ചവെള്ളം ചേർക്കാണ്ട് ചൂടുവെള്ളം ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഞാനൊരു 1/2 കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് നല്ലതുപോലെ തിളക്കാനായിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൽ അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഗ്രേവി ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ വേണ്ടത്. നമ്മളിതിൽ തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുന്നുണ്ട്, അപ്പോൾ കുറച്ചും കൂടെ ലൂസാവും. അപ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി പുഴുങ്ങിയ മുട്ട തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് വരയിട്ടിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഗ്രേവിയെല്ലാം ഈ മുട്ടൻ്റെ മുകളിൽ ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് പൊതിഞ്ഞതുപോലെ ആക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ച് വെക്കാം. മുട്ടയിലേക്ക് നന്നായിട്ട് ആ ഒരു മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് 5 മിനിറ്റിന് ശേഷം തുറന്നിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാണ്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം അടുപ്പ് ഓഫാക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം കുറച്ച് മല്ലിയില കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ട് നമുക്ക് അടുപ്പ് ഓഫാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ പൊറോട്ടൻ്റെ കൂടെയോ അങ്ങനെ ഏതിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റിയ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്ത നല്ലൊരു മുട്ടക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.